അങ്ങനെ പെരയുടെ സംഭവം എന്തോ വനിതാ കമ്മീഷനിലെത്തിയെന്നോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കേട്ടു. എന്താ ഇത്? എന്തിനാ കരയുന്നേ? പെരയുടെ പക്വതയില്ലായ്മയും കുറച്ച് ബുദ്ധിയില്ലായ്മയാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇപ്പൊ നിന്നെ ആരാ അങ്ങോട്ട് കെട്ടിയെടുത്തേ? സന്തോഷ് വർക്കി എന്നെ പറ്റി പറയുന്ന മഹാതണ്ടിത്തരമാണ്. പുള്ളിക്കെതിരെ വീഡിയോ ഇടുമെന്ന് പറഞ്ഞപ്പോ പുള്ളി പേടിച്ചിട്ട് എനിക്കെതിരെ പറയുന്നുണ്ട്. പലപ്പോഴും കുട്ട എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോ ഐ ലവ് യു എന്ന് അബദ്ധത്തെ പറഞ്ഞു പോയി. അതിനെതിരെ വഞ്ചന കേസ് കൊടുക്കുമെന്ന് ആദ്യമേ പറഞ്ഞു. ഇപ്പൊ ഇത് പീഡന കേസ് വരെ എത്തി നിൽക്കണം. ഞാൻ ആരെയും പിടിപ്പിച്ചിട്ടില്ല ഗൈസ്. കഴിഞ്ഞ 3 ദിവസമായിട്ട് മൂത്രം ഒഴിക്കാനല്ല. നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. നമ്മൾക്ക് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. വെറുതെ പറയണം, ആരും വിശ്വസിക്കരുത്. ഇനി നീ എങ്ങാനും ദിലീപ് എന്നെ കുടിക്കുക പോലെ എന്നെ കൊടുക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. രക്ഷിക്കണം. ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടില്ല. സങ്കടത്തോടെയാണ് ഞാൻ പറയുന്നത്. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യലൊന്ന് പേടിച്ചിട്ടാ. കുടുംബത്തേക്ക് കൊള്ളൂല അവന്. കർമ്മ ന്യൂസിലൊക്കെ വാർത്ത വന്നപ്പോ ഞാൻ ഞെട്ടിപ്പോയി. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. എന്തോ ഒന്ന് മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. ഇപ്പഴെനിക്ക് സമാധാനം.